പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രിയമുള്ളവരെ, തമ്പുരാന്റെ സന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ പൂർണ്ണമായിട്ട് ഈശോയുടെ കരങ്ങളെ വിട്ടുകൊടുക്കാം. അടുത്ത അല്പസമയം തമ്പുരാന്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട്, വചനത്തെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് അപേക്ഷിക്കാം. പ്രിയമുള്ളവരെ, നമുക്കറിയാം കർത്താവ് നമ്മുടെ മധ്യയുണ്ടെന്നും അതിനാൽ തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഇവിടെയുണ്ടെന്നും സകല മാലാഖമാരും ഇവിടെ സന്നിഹിതരാണെന്ന് നമുക്കറിയാം. സ്നേഹത്തോടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ വലിയ സ്നേഹവും സമാധാനവും സന്തോഷവും നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയുവാനായിട്ട് നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും കർത്താവ് ഏറ്റെടുക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മേ, പ്രിയപ്പെട്ട മക്കളായ ഞങ്ങൾക്ക് വേണ്ടി അമ്മ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, 2 കൊറിന്ത്യസ് 4 അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിച്ചേക്കാം. അനശ്വരതയിലുള്ള പ്രത്യാശ. ഞങ്ങൾ ഭഗ്നാശ്വരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങളിവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ്. അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല. ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഉത്കണ്ഠാകുലരായി നെടുവീർപ്പിടുന്നു. മൃത്യുവശമായത് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിന് പഴയത് മാറ്റിക്കളയാനല്ല, പുതിയത് ധരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നതോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തായാലും അകലെ ആയാലും അവിടത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. പ്രിയമുള്ളവരെ, നമുക്കിരിക്കാം. അനശ്വരതയുള്ള പ്രത്യാശയെക്കുറിച്ചാണ് പൗലോസ്ലീഹ തന്റെ ലേഖനത്തിലൂടെ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നിരവധിയായ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഈ ലോക ജീവിതത്തിന് വേണ്ടി, ഈ ലോകത്തിലെ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി തമ്പുരാനിൽ നിന്ന് കൃപയും ശക്തിയും ഒക്കെ ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിത സാധാരണത്തിന് വേണ്ടിയുള്ള സമസ്തവും ലഭിക്കുവാൻ വേണ്ടി നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരാണ്, നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെ പൗലോസ്ലീഹ പറയുന്നുണ്ട് ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ഭഗ്നാശ്വരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂർ ഒരു ദിവസം നമുക്ക് ദൈവം അനുവദിച്ചു തന്നിട്ട് അതിലൊരു മണിക്കൂർ എങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ അവനെ ഓർമ്മിക്കുവാനും അവിടുത്തെ ധ്യാനിക്കുവാനും വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്.
24 മണിക്കൂറിൽ 23 മണിക്കൂറും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നു. എന്നിട്ട് നമ്മൾ സംതൃപ്തരാണോ? നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ നമ്മൾ നേടിയിട്ടുണ്ടോ? എന്നാൽ പൗലോസ് ശ്ലീഹ പറയുക, ദൃശ്യമായവയിലല്ല അദൃശ്യമായവയിലൂടെ ഞങ്ങളെ പ്രത്യാശയെന്ന്. പ്രിയമുള്ളവരെ, അദൃശ്യമായവയിൽ പ്രത്യാശ നമുക്ക് അർപ്പിക്കാൻ സാധിക്കണമെങ്കിൽ അദൃശ്യമായതിനെ കുറിച്ച് നമുക്ക് ബോധ്യം ലഭിക്കണം. അതിനാൽ പൗലോസ് ശ്ലീഹ പ്രകാരം പറയുക, ഈ ലോകത്തിലുള്ള ഭൗമികമായിട്ടുള്ള നമ്മുടെ ശരീരം അത് നമ്മളിൽ നിന്ന് നഷ്ടമാകുമ്പോൾ, ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ ക്ലേശിക്കുന്നത് അല്ലെങ്കിൽ ദുഃഖിക്കുന്നത്, വിഷമിക്കുന്നത് അനശ്വരതയിലുള്ള പ്രത്യാശ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. അല്ല, അനശ്വരതയിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ നഷ്ടധൈര്യരായിത്തീരുന്നത്. നമുക്കറിയാം, എത്ര കണ്ട് നമ്മൾ ഈ ലോകത്തെ സമ്പാദിച്ചു കൂട്ടിയാലും നമുക്കൊരിക്കലും നമ്മുടെ സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിത്തീരാൻ ഒരു മനുഷ്യന് സാധിക്കുകയില്ല. എത്ര കണ്ട് സമ്പാദിച്ചാലും അവന്റെ ജീവിതത്തിൽ ഒരു ശൂന്യത എപ്പോഴും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എത്രയോ കോടീശ്വരന്മാരായ വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നു. പ്രിയമുള്ളവരെ, എത്രമാത്രം സമ്പാദിച്ചാലും എത്രമാത്രം ചെറുകൂട്ടിയാലും വരും തലമുറകൾക്ക് വേണ്ടി സമ്പാദിച്ചാലും ഇവന്റെ മനസ്സിൽ ഒരു ശൂന്യത എപ്പോഴും നിലനിൽക്കും. ഈ ശൂന്യതയെ പൂർണ്ണതയിലെത്തിക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിന് മാത്രമാണ്. ദൈവം മാത്രമാണ് സന്തോഷത്തിന്റെ പൂർണ്ണത. ഈശോ പറഞ്ഞു, ഞാൻ നൽകുന്ന സന്തോഷം ഈ ലോകം തരുന്നത് പോലെയല്ല. ഈ ലോകം തരുന്ന സന്തോഷം നൈമിഷികമാണ്, എന്നാൽ ഞാൻ നൽകുന്ന സന്തോഷം ശാശ്വതമാണ്. ശാശ്വതമായ സന്തോഷം നമുക്ക് നൽകുവാനായി ആഗ്രഹിക്കുന്ന ദൈവം തന്റെ പ്രിയപ്പെട്ട മക്കൾ തന്നോട് ചേർന്നിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ 1 കൊരിന്തോസ് 2:9 പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സുകൾ ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അവയെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന സ്വർഗീയ ഭാഗ്യത്തെക്കുറിച്ച് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ കണ്ണുകൾ കണ്ടിട്ടില്ല, നമ്മുടെ കാതുകൾ അതേക്കുറിച്ച് കേട്ടിട്ടില്ല, അതുപോലെ നമ്മുടെ മനസ്സിന് ഗ്രഹിക്കാനും സാധിക്കുന്നില്ല. അത്രമാത്രം മഹനീയമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് പോയി എന്റെ പിതാവിന്റെ സന്നദ്ധിയിൽ നിങ്ങൾക്കായിട്ട് വാസസ്ഥലം ഒരുക്കും. എന്റെ സ്വർഗസ്നായ പിതാവിന്റെ സന്നദ്ധിയിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ വാസസ്ഥലം ഒരുക്കിയതിനു ശേഷം ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന്. പ്രിയമുള്ളവരെ, പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കുവാനായി നമ്മുടെ കർത്താവ് ഇതാ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്റെ സ്വർഗസ്നായ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. തമ്പുരാന്റെ സന്നദ്ധിയിൽ എത്തിച്ചേരുവാനായിട്ട് ഒരു മനുഷ്യാത്മാവ് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മനസ്സും ശരീരവും ആത്മാവും ചേർന്നതാണ്. പ്രിയമുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് എത്രമാത്രം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്? ആത്മാവിന്റെ പോഷണത്തിന് വേണ്ടി നമുക്ക് എത്രമാത്രം സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? നശ്വരമായ ഈ ലോകത്ത്, ക്ഷണികമായ ഈ ലോകത്ത് പ്രിയമുള്ളവരെ, അല്പകാലം തങ്ങിയതിനു ശേഷം ശാശ്വതമായ സൗഭാഗ്യം പ്രാപിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങേണ്ടുന്ന ദൈവമക്കളായി നമ്മൾ പലപ്പോഴും അതിനുവേണ്ടി എത്രമാത്രം സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്? പ്രിയമുള്ളൊരു ആത്മാവ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് പിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. തന്റെ പിതാവിന്റെ സന്നദ്ധിയിൽ, ദൈവപിതാവിന്റെ സന്നദ്ധിയിൽ എത്തിച്ചേരുന്നത് വരെ ആത്മാവ് ഒത്തിരിയേറെ ദുഃഖവും വേദന അനുഭവിക്കുക. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. പ്രിയമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ല, ആ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരാത്മാവ് ശരീരം വിട്ടുകഴിഞ്ഞാൽ അത് ഏറ്റവും പെട്ടെന്ന് ദൈവസന്നദ്ധിയിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുക. അതിനുവേണ്ടിയാണ് ആത്മാവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈശോ പറഞ്ഞ, എന്റെ സ്വർഗസ്നായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ, പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. വിശുദ്ധി കൂടാതെ ദൈവസന്നിധിയിൽ നമുക്ക് ആർക്കും എത്തിച്ചേരാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, കുഞ്ഞ് തന്റെ അമ്മയുടെ അടുത്തെത്തുവാൻ വേണ്ടി ആ കുഞ്ഞിനുണ്ടാകുന്ന ആഗ്രഹം നമുക്കറിയാം. 2-2.5 വയസ്സുള്ളൊരു കുഞ്ഞ് അമ്മയെ കാണാതിരിക്കുമ്പോഴുള്ള ആ കുഞ്ഞിന്റെ വേവലാതിയും ആ കുഞ്ഞിന്റെ ദുഃഖവും നമുക്കറിയാവുന്നതാണ്. ഞാൻ ആലോചിക്കുക, ഒരു മുറിയില്
അടച്ചിട്ടിരിക്കുന്ന മുറിക്കുള്ളില് ആയിരിക്കുന്ന സ്നേഹമുള്ള ഒരമ്മച്ചി, കുഞ്ഞ് പുറത്ത് അമ്മയുടെ അടുത്ത് എത്താൻ വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന് എത്രമാത്രം ആഗ്രഹമുണ്ടാവും എത്തിച്ചേരുവാനായിട്ട്. എന്നാൽ മനുഷ്യരെ നമുക്കറിയാം, ആ അമ്മ കുഞ്ഞിന്റെ ആഗ്രഹം അനുസരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരും. എന്നാൽ ഇവിടെ പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു ആത്മാവ് കടന്നു ചെല്ലണമെങ്കിൽ ആ ആത്മാവ് വിശുദ്ധി പ്രാപിച്ചിരിക്കണം. അപ്പോൾ ആ വിശുദ്ധി പ്രാപിക്കുന്നതുവരെ, ദൈവത്തിന്റെ മുമ്പിൽ എത്തുന്നതുവരെ ആത്മാവ് എത്രയേറെ പീഡയാണ്, വേദനയാണ്, ദുഃഖം അനുഭവിക്കുന്നത്. അതിനെ പ്രിയമുള്ളവരെ, ഈ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. നിസ്സഹായരായിരിക്കുന്ന ആത്മാവ്, ശുദ്ധീകരണത്തിൽ വേദന അനുഭവിച്ചു കഴിയുന്ന, സങ്കടം അനുഭവിച്ചു കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതിന്റെ അത്യാവശ്യകത വളരെയാണ്. നമുക്കറിയാം, ഒരു ആത്മാവ് തന്റെ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരം നിർജീവമാണ്, ഒന്നിനും ഉപകരിക്കുന്നില്ല. എന്നാൽ ആത്മാവ് ശരീരത്തിൽ കുടികൊള്ളുന്നിടത്തോളം കാലം ആ ശരീരം പ്രവർത്തനനിരതരാകാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നശ്വരമായിട്ടുള്ള ഈ ലോകത്തിനു വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങൾ, അതിന്റെ ഒരു അംശമെങ്കിലും തമ്പുരാന്റെ സന്നിധിയിൽ എത്തിച്ചേരുവാനുള്ള നമ്മുടെ ആത്മാവിന്റെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ മഹത്വമുള്ളവരായി തീരുകയാണ്. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 84 പ്രകാരം കാണുന്നു, കർത്താവിന്റെ ഭവനം എത്ര അഭികാമ്യം, സൈന്യങ്ങളുടെ കർത്താവെ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. എന്റെ ആത്മാവ് കർത്താവിന്റെ അങ്കണത്തിൽ എത്തിച്ചേരാൻ വാഞ്ചിച്ച് തളരുന്നു. എന്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിൽ ആനന്ദഗാനം ആലപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഭവനം എത്ര അഭികാമ്യം, സൈന്യങ്ങളുടെ കർത്താവെ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. മനോഹരമായിട്ടുള്ള സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാനായിട്ടുള്ള ഒരു ആത്മാവിന്റെ വാഞ്ച ഇവിടെ പറയുകയാണ്. എന്റെ ആത്മാവ് കർത്താവിന്റെ അങ്കണത്തിൽ എത്തിച്ചേരാൻ വാഞ്ചിച്ച് തളരുന്നു, ആഗ്രഹിച്ച് തളരുകയാണ്. എന്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിൽ ആനന്ദഗാനം ആലപിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജീവിക്കുന്ന ദൈവത്തില് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഈ ആത്മാവിന്റെ രക്ഷയെ പ്രതി ആനന്ദിച്ച് ആഹ്ലാദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ദൈവ നിവേശിപ്പിച്ചിട്ടുള്ള ആ ആത്മാവിന്റെ വാഞ്ച, അതിന്റെ ആഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? എപ്പോഴും ശരീരവും മനസ്സും ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മൾ ഉള്ളിലുള്ള ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവ് എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹത്തെ നാം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഈ ആഗ്രഹത്തോട് ചേർത്ത് വെക്കുമ്പോൾ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്കെന്ത് ഫലം? ഈ ആത്മാവിന് പകരമായിട്ട് നിനക്ക് എന്ത് നൽകാൻ സാധിക്കും? പ്രിയമുള്ളവരെ, ഈ ലോകത്തുള്ള സർവ്വതും നമ്മൾ നേടിയെടുത്താലും, നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് ലഭിച്ചാലും, പ്രിയമുള്ളവരെ, മരണം എന്ന ഒരു സത്യം, മരണം എന്ന സത്യത്തിന്റെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും എത്തിപ്പെടുമ്പോൾ നമ്മളെല്ലാവരും നിസ്സഹായരായിട്ട് മാറും. ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. നമുക്കറിയാം, എത്രമാത്രം നമ്മൾ സ്നേഹിച്ച ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നേരത്തോട് നേരം ആകും സമയം, അല്ലെങ്കിൽ 1 ദിവസം 2 ദിവസം, ഇപ്പോൾ ഫ്രീസറിന്റെയൊക്കെ സഹായമുള്ളത് കൊണ്ട് കുറച്ച് നാളൊക്കെ നമുക്ക് വെക്കുവാൻ സാധിക്കും. എന്നാൽ ഒരു ദിവസം കുഴിമാടത്തില് നാം എല്ലാവരും ആ വ്യക്തിയെ മറവ് ചെയ്ത് തിരിച്ചു പോരും. പ്രിയമുള്ളവരെ, മരിക്കുന്ന നിമിഷത്തില് ഒരു വ്യക്തിയുടെ ചിന്ത എന്തായിരിക്കും? പ്രിയമുള്ളവരെ, ആ നിമിഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നാം ഓരോരുത്തരും മരിക്കും. ആ മരണസമയത്ത് എനിക്ക് തമ്പുരാനിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട്, സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട്, സ്വർഗീയ ഭാഗ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തമ്പുരാനിൽ പ്രത്യാശ അർപ്പിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കുമോ? പ്രിയമുള്ളവരെ, ഈ ലോകത്തില് നമുക്ക് ദൈവം എല്ലാം ഒരുക്കി തന്നിട്ടുണ്ട്. നിയമാനുസൃതമായിട്ട് നമുക്കെല്ലാം ഉപയോഗിക്കാം. ദൈവം സമ്പത്ത് തന്നിട്ടുണ്ട്. സമ്പത്ത് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഉപയോഗിക്കാനുള്ളതാണ്. നമുക്ക് സമൃദ്ധമായിട്ട് എല്ലാം നൽകിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ തന്നെയാണ്. പക്ഷെ ഇവിടെ കൊരിന്തോസുകാർ 6:12-15 പറയുന്നു, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം എനിക്ക് പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കില്ല. ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും. ഹല്ലേലൂയ. എല്ലാം അനുസൃതമാണ്. നമുക്കെല്ലാം ഉപയോഗിക്കാം. എന്നാൽ ദൈവം തരുന്ന സമ്പത്തുകൾ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ നമ്മൾ ഒരിക്കലും ആ സമ്പത്തിനോ അടിമപ്പെടാൻ പാടില്ല. നമുക്ക് ദൈവം തന്ന സ്ഥാനമാനങ്ങൾക്ക് അടിമപ്പെടാൻ പാടില്ല.
ദൈവം തന്ന സമൃദ്ധിക്ക് അടിമപ്പെട്ടു പോകാൻ പാടില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ സമ്പത്തും സമൃദ്ധിയൊക്കെ ദൈവത്തിരുന്ന മഹത്വത്തിനായിട്ട് നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം. പ്രിയമുള്ളവരെ, അതിനാൽ നമ്മൾ ഈ ലോകം മുഴുവൻ നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി ആ ഒരു ആഗ്രഹം ഓരോ മനുഷ്യ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച്. ഒരു വസ്തു മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും താഴേക്ക് വന്ന് പതിക്കും. അതൊരു ശാസ്ത്രീയ സത്യമാണ്. അതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ ഓരോരുത്തരെയും ഓരോ നിമിഷം ആകർഷിച്ചുകൊണ്ടായിരിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതത്തില്, അതുപോലെ പല വിശുദ്ധരുടെ ജീവിതത്തിലും ഉണ്ടായ അനുഭവങ്ങളാണ്. അവര് എത്രയോ അടി പ്രാർത്ഥനാ സമയങ്ങളിൽ എത്രയോ അടി ഉയരത്തിലേക്ക് താനെ ഉയർന്നു പോകുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, അവരൊന്നും ഈ ലോകത്ത് അള്ളിപ്പിടിച്ചു കിടന്നവരല്ല. ഭൗതികമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചവരല്ല. അവര് തന്റെ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ചവരല്ല. സ്വർഗസ്ഥനായ പിതാവിന്റെ ഹിതം അറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നദ്ധിയിൽ അവിടുത്തെ അങ്കണത്തിൽ വിലയം പ്രാപിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചവരാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതം പൂർണ്ണമായിട്ടും ഈശോയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞതാണ്. രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും, ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെല്ലാം സന്തോഷത്തോടെ ആ സഹനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിലും സഹനങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. ഒരുപാട് പരീക്ഷണങ്ങൾ ആ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞുകൊണ്ട് ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് മറ്റേ വിശുദ്ധ ഫ്രാൻസിസിന് തമ്പുരാന്റെ സന്നദ്ധിയിൽ എത്തിച്ചേരാൻ സാധിച്ചു. പ്രിയമുള്ള ഈ ലോക ജീവിതത്തില് ഒത്തിരിയേറെ സഹനങ്ങളും വേദനകളും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. യോഹന്നാന്റെ സുവിശേഷത്തില് ഇപ്രകാരം ഈശോ നമ്മൾ പറയുന്നുണ്ട്, പ്രിയമുള്ള മക്കളെ, ഈ ലോകത്തായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എന്നാൽ ഭയപ്പെടേണ്ട, ലോകത്തെ ജയിച്ചവനായി ഞാൻ കൂടെയുണ്ട് എന്ന്. പ്രിയമുള്ളവരെ, ലോകത്തെ ജയിച്ചിട്ടുള്ളവനായ കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്കെല്ലാം സാധ്യമാണ്. ആ കർത്താവിനെ നമ്മൾ ധരിക്കുമ്പോൾ, അവന്റെ സ്വഭാവം നമ്മളിൽ ഒന്ന് ഭവിക്കുമ്പോൾ, കർത്താവിന്റെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തയും വ്യഗ്രതയും എല്ലാം അങ്ങ് വിട്ടുപോകും. നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള വലിയ ആഗ്രഹം, ആത്മരക്ഷയെക്കുറിച്ചുള്ള വലിയ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം, എല്ലാ കഷ്ടതകളും നിസ്സാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലൂക്ക 21:34 പ്രകാരം കാണുന്നുണ്ട്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിന്റെ മനസ്സ് ദുർബലമാകുകയും ഒരു ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സുഖത്തിന് വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹം, നമ്മുടെ ആസക്തികള്, ജീവിതത്തെക്കുറിച്ചുള്ള വ്യഗ്രതകളാലൊക്കെ നമ്മുടെ മനസ്സ് ദുർബലമായി പോകും. തമ്പുരാന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകും. ആ നിമിഷങ്ങളിൽ ഒരു കെണി പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതാ അവസാനം കടന്നു വരികയാണ്. പ്രിയമുള്ളവർ, നമ്മുടെ ഓരോരുത്തരും ജീവിതം ഏത് നിമിഷം വരെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഏത് നിമിഷത്തിലും യാദൃശ്ചികമായിട്ട് മരണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാം. മരണം കള്ളനെ പോലെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ സ്തംഭിച്ച് നിന്നിട്ട് കാര്യമില്ല. ഈശോ പറഞ്ഞിട്ടുണ്ട്, മുൻകൂട്ടി എല്ലാം നമ്മൾ ദൈവം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കർത്താവിന്റെ സ്നേഹത്തിൽ ആയിരുന്നുകൊണ്ട് പ്രത്യാശയോട് കൂടിയിട്ട് നമ്മുടെ ഓരോരുത്തരും ആത്മവിശുദ്ധീകരണത്തിന് ആഗ്രഹിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അനേകരുടെ വിടുതലിന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനൊരു സംഭവം ഓർക്കുക. വർഷങ്ങളായിട്ട് ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ തമ്പുരാൻ എനിക്ക് ഉറപ്പ് നൽകിയ നമ്മുടെ പ്രാർത്ഥനയിലൂടെ അനേക ആത്മാക്കൾ തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്നതെന്ന് തമ്പുരാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ദർശനത്തിലൂടെ തമ്പുരാൻ ഇപ്രകാരം കാണിച്ചു തന്നു. ഒരു രക്ഷ പ്രാപിക്കാത്ത ബന്ധനാവസ്ഥയിലായിരിക്കുന്ന ഒരു ആത്മാവ്, ആ നിമിഷം ഞാൻ തമ്പുരാന്റെ സന്നിധിയിലെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആത്മാവ് വിടുതൽ പ്രാപിക്കുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, ആ ആത്മാവിന്റെ സന്തോഷം അത് എന്റെ ശരീരത്തിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക് നിറഞ്ഞു. അത് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. ആ ആത്മാവ് എന്നോട് പറയാം, മകനെ, നീ പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് രക്ഷ ലഭിച്ചതെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ അനേക മക്കളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും തമ്പുരാൻ നിരവധി അനുഗ്രഹങ്ങൾ ചൊരിയുകയാണ് ചെയ്യുക. നിസ്സഹായരായുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ നിത്യവും പ്രാർത്ഥിക്കുകയും ത്യാഗം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണ് സ്വർഗസ്നായ പിതാവ് ആഗ്രഹിക്കുന്നത്. ആ രക്ഷയെ ലക്ഷ്യമാക്കിക്കൊണ്ട്
പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും ഈ ലോകത്തിലുള്ള സർവ്വ മക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിനായിട്ട് തമ്പുരാന്റെ വലിയ കൃപയും ശക്തിയും നമുക്ക് ലഭിക്കുന്നതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ഓരോരുത്തരുടെ ആത്മവിശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. തമ്പുരാന്റെ സന്നദ്ധയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കണ്ണുകളെ തമ്പുരാന്റെ സന്നദ്ധയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും കർത്താവിന് വിട്ടുകൊടുക്കാം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നത് വിളിച്ചത് ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ അഭിലാഷങ്ങളെയൊക്കെ കൊടുക്കാം. പ്രിയമുള്ളവരെ, എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുന്ന ദൈവം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് സകലതും നന്മയ്ക്കായിട്ട് മാറ്റുന്ന ദൈവം, ആ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കണമെന്നാണ്, നമ്മൾ നശിച്ചു പോകാനോ അല്ല. അതിനാല് ആ സ്നേഹസമ്പന്നായ തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മൾ ഓരോരുത്തരെയും പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുവാനായിട്ട്, ദൈവത്തിന്റെ ഹിതം നമ്മൾ ഓരോരുത്തരും മനസ്സിലാകുവാനായിട്ട്, അതിന് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്താൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഓരോരുത്തരും ആത്മാക്കളെ സമർപ്പിക്കാം. ലോകം മുഴുവനുള്ള സർവ്വ മക്കളെയും സമർപ്പിച്ചുകൊണ്ട്, ശുദ്ധീകരണ സ്ഥലത്തിൽ ഈ നിമിഷം വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട്, എല്ലാവരുടെയും വിശുദ്ധീകരണത്തിനായിട്ട് സ്വർഗ്ഗ സൗഭാഗ്യത്തിൽ ലഭിക്കുന്നതിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം കർത്താവിനെ. ഹല്ലേലൂയ. യേശുവേ ആരാധന കർത്താവേ, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന മഹത്വപ്പെടുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.